ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ആലോ. ഇതിന് വേണ്ടി ഞാൻ കുഴിവെള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 5 കപ്പോളം ബസുമതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് അളവാണെന്നുണ്ടെങ്കിൽ 2.5 ഗ്ലാസോളം ബസുമതി റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് റൈസിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൈസ് ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്തിന് 10 മിനിറ്റ് മുമ്പായിട്ട് തന്നെ നമ്മൾ റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര അളവിൽ അരി എടുക്കുന്നുണ്ടോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, സവാള, ബീൻസ്, സ്പ്രിംഗ് ഒനിയനുമാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പം നിങ്ങളൊരു കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ സ്ക്വയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതാണ് ഇച്ചിരി കൂടി ഭംഗി കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഫ്രൈഡ് റൈസ് ചെയ്ത സമയത്ത് കുറച്ച് ഫ്ലോപ്പായിരുന്നു ഗൈസ്. പിന്നെയും ഞാൻ ചെയ്തത് ഫ്ലോപ്പായിരുന്നു. 2ാമതേയും 3ാമതേയും ഫ്ലോപ്പായി. 4ാമത്തെ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5ാമത്തെ പ്രാവശ്യം സെറ്റായി. നമ്മളോട് എല്ലാവരും പറയും അത് ശരിയാവില്ല, അത് കൊള്ളില്ല എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പരാജയപ്പെടരുത്, നമ്മൾ തോറ്റു കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്ന കുട്ടികളോട് കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലോപ്പായെന്ന് കരുതി വീണ്ടും ചെയ്യാതിരിക്കരുത്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രൈഡ് റൈസ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇമ്മൂസ് 2 വട്ടം കഴിച്ചോട്ടെ. എനിക്ക് സന്തോഷമായി. സത്യം പറഞ്ഞാൽ അവർ കഴിക്കുന്നതല്ലേ നമ്മളുടെ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് സവാളയാണ്. സവാള വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് അടത്തി എടുക്കാട്ടോ ചെയ്യണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഇങ്ങനെ ആട്ടോ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സവാള ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇതെന്തിനാണ് നമ്മൾ അരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനൽ ഫ്രൈഡ് റൈസ് ആകുമ്പോഴേക്കും ജസ്റ്റ് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമുക്ക് പുറമേ തൂക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ബീൻസാണ് എടുക്കുന്നത്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നുണ്ട്, കനം കുറച്ച്. ഞാനൊരു 2 ബീൻസോളം എടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാന് നമ്മൾ ഗ്യാസിൽ വെക്കുക. ഞാനിവിടെ ഒരു നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി തവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആണ് ഇച്ചിരി കൂടി ബെറ്റർ കേട്ടോ. സത്യം പറഞ്ഞാൽ അതാകുമ്പോൾ നമുക്ക് അടി പിടിക്കും എന്നുള്ളൊരു പേടിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഉള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നമ്മളെപ്പോഴും റൈസ് വേകാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ ആ ഉപ്പ് പിടിക്കാൻ ചാൻസ് കുറവാണ്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക, ഏലാദിയുടെ, പിന്നെ ജാതിക്കയുടെ തൊണ്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ലൊടുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂട് വരുമ്പോഴേക്കും നമ്മളുടെ കയ്യിരിക്കണ ആ ഒരു ഐറ്റംസൊക്കെ ഇല്ലേ, ആ എല്ലാ ഐറ്റംസും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കുറേ സാധനത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പെരുംജീരകമൊക്കെ ഉണ്ട്, എല്ലാം ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നെയ്യ് ഇടണം നിർബന്ധമൊന്നും ഇല്ല, അങ്ങനെ ഇടാറില്ല. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ചൂടാകട്ടെ. മൂടി ചൂടാക്കണമെന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നമ്മൾ റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടുക, അതാണ് ഇച്ചിരി കൂടി ബെറ്റർ. നന്നായിട്ടൊന്ന് തവ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇച്ചിരി തെന്നിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് കുതിർന്നിട്ടുണ്ട്. 15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മിനിറ്റ് ആയാലും മതി. ഞാൻ 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ആവശ്യത്തിനുള്ളൊരു വേവ് ആയിട്ടുണ്ടെങ്കിലും ഇച്ചിരി കൂടി ഒന്ന് വേകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളുടെ റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല തിള വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കോരാനുള്ളൊരു അരിപ്പ എടുക്കാം. നമ്മൾ റൈസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അകത്തി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നല്ല വേവിൽ റൈസ് എടുക്കരുത്. കുറച്ചുകൂടി വേവ് കുറച്ചുകൊണ്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. എൻ്റെ കയ്യിൽ ഈ ഒരു അരിപ്പയാണ് ഇട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് അരിപ്പകളൊക്കെ നമ്മളുടെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അത് ഇച്ചിരി കൂടി വെള്ളം പോകാൻ നല്ലതാണ് കേട്ടോ. ഞാൻ ഫാനിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവറോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്ന് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ നമ്മളുടെ ആ ഓയിൽ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മളുടെ ഓയിൽ എത്താൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ 3 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കോഴിമുട്ടയാണ് എടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്രൈഡ് റൈസിലിടാനുള്ള മുട്ട ചിക്കാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാവരുത് കേട്ടോ. ഇച്ചിരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി വേണം എടുക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കണ്ടിട്ടില്ലേ, അത്യാവശ്യം വലുതായിരിക്കും. ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മളുടെ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്ന വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവറോ ഒലീവ് ഓയിലോ എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബീൻസും ക്യാരറ്റും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ക്യാരറ്റിനും ബീൻസിനും ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാടാനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഏകദേശം വാടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർക്ക് ക്യാപ്സിക്കം ഒത്തിരി ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി കളർഫുള്ളായിരിക്കണമെന്നുണ്ടെങ്കിൽ കനം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നടുഭാഗം കളഞ്ഞിട്ട് നമ്മുടെ പുറമെയുള്ള ഭാഗം മാത്രം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി വാട്ടിയെടുക്കേണ്ട ആവശ്യകത വരുന്നില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. കണ്ടോ, ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുരുമുളക് പൊടി. സോയാ സോസ് ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ തക്കാളി സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തക്കാളി സോസാണ്. ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളി സോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തിടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. ഇനി നമ്മൾ വെള്ളമൊക്കെ പോയ റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എനിക്ക് ഒത്തിരി പ്രൊഫഷണലായിട്ടൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഞാൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്, അതുപോലെ പറയാൻ എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും, എന്നോട് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ റൈസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ റൈസ് ഇങ്ങനെ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കി കൊടുത്താൽ മതി. നടുക്കിട്ട് ഇളക്കേണ്ട ആവശ്യകത വരുന്നില്ല. അങ്ങനെ ഇളക്കുമ്പോഴാണ് നമ്മളുടെ റൈസ് കുറച്ച് വങ്ങിപ്പോകുന്നത്. വിട്ട് വിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതുപോലുള്ള കയ്യിലുപയോഗിച്ച് ചെയ്യുന്ന കേട്ടോ ഇച്ചിരി കൂടി നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി എന്താ പറയുക, നടുക്കുന്നൊക്കെ ഇളക്കാന്നുണ്ടെങ്കിൽ അത് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിട്ട് വിട്ട് റൈസ് കിടക്കത്തില്ല. അപ്പോൾ ഇച്ചിരി എന്താ പറയുക, നമ്മളുടെ കുറച്ച് വെന്ത പോലെ ഇരിക്കും. അത് നമുക്കൊരു അത്ര രസം ഉണ്ടാവില്ല തിന്നുമ്പോഴാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഏകദേശം റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഫൈനൽ ടച്ചൊക്കെ ചെയ്യണ്ടേ. അതിനുവേണ്ടി ഞാനൊരു 2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഓക്കെ ഗായ്സ്, നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇമൂസും കൂടി ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇമൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളാണ് ഭയങ്കര സന്തോഷത്തോടെ കഴിച്ചത്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസും എഗ് റോസ്റ്റും ടൊമാറ്റോ സോസും കൂടി കഴിക്കുകയാണ്. ഓക്കെ, ബൈ.